ഇന്ന് നമ്മൾ സ്റ്റാൻഡ് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടേ. അപ്പം നമുക്ക് കിട്ടിയ ടേൺ 9ാമത്തെ ടേണായിരുന്നു. ഇന്ന് രാവിലെ ഒരു വടയും ഒരു ചായയും കഴിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ നമുക്ക് രാവിലത്തെ ആദ്യത്തെ ഓട്ടം ഏലത്തട്ട എടുക്കാനായിട്ടുള്ള ഓട്ടമായിരുന്നു കേട്ടോ. തുലാമഴ ഈ വർഷം നേരത്തെ തുടങ്ങിയത് കൊണ്ടേ ഏലത്തട്ടയൊക്കെ തടാൻ പറ്റിയ കാലാവസ്ഥയാണേ. അപ്പം നമുക്ക് കിട്ടിയ ഓട്ടം ചാലക്കുടി മേടിനായിരുന്നു. ആ ഓട്ടം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. റോഡിലെ കല്ലല്ല ഇവർ വാരിയത് എങ്ങോട്ട് കൊണ്ടുപോവുക. സംഗതി പിന്നീടാണ് മനസ്സിലായത്. ഇന്നലത്തെ മഴയത്തൊഴുകി വന്ന കല്ലുകളാണ്. കറക്റ്റ് കൂട്ടാറ്റിൽ നിന്ന് കമ്പംമെട്ട് തിരിയുന്ന വളവിന് കിടക്കുന്ന കല്ലുകളാണ്. ബൈക്കുകാരൊക്കെ വന്ന് ഉച്ചയും കുത്തി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലെയും സപ്ലൈകോയുടെയും പച്ചക്കറി കടയിലെയും ഒക്കെ ചേച്ചിമാരും ചേട്ടന്മാരോടെ ഈ കല്ലുകളൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത്. കുറച്ചു നേരം നമ്മൾ അവരുടെ കൂടെ കൂടി. നമ്മുടെ കൂട്ടാറ്റി ഇപ്പോഴും ഇത്രയും നല്ല മനസ്സുള്ള മനുഷ്യരുണ്ടല്ലോ എന്നോർത്ത് അഭിമാനം തോന്നി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ഇവർക്കിരിക്കട്ടെ. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത ഓട്ടം പോയപ്പോൾ ഇതുകൊണ്ടേ നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു കടകടാ സൗണ്ട്. സംഗതി മനസ്സിലായത് കോൺസെറ്റ് പോയിരിക്കുക കേട്ടോ. അങ്ങനെ അത് നന്നാക്കാൻ വേണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇന്നത്തെ ദിവസം പോയെന്ന്. കാരണം വർക്ക്ഷോപ്പ് നിറയെ വണ്ടി, നമ്മുടെ വണ്ടി കയറ്റാൻ പോലും ഇടയില്ലായിരുന്നു. ആശാനൊക്കെ തിരക്കിട്ട് പണി കേട്ടോ. അങ്ങനെ വണ്ടി കയറ്റി അകത്തിട്ട് കഴിഞ്ഞപ്പോൾ പിന്നും കോണുമൊക്കെ ഊഞ്ഞാൽ പോലെ കിടന്നാടുന്നത് മൊത്തം പോയി. അപ്പോൾ പിന്നൊക്കെ അടിക്കണം. അങ്ങനെ എല്ലാം വലിച്ച് താഴെയിട്ട് കോൺസെറ്റൊക്കെ ഊരി നമ്മൾ നേരെ കോർക്കും എടുത്ത് നേരെ കട്ടപ്പന ലെയ്ത്തിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശാൻ്റെ കാറിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആശാൻ എന്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ആശാൻ എന്തോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ക്യാമറ ഓൺ ആയിക്കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ലെന്ന് ആശാൻ പറയുന്നത്. അങ്ങനെ ആശാനുമായിട്ട് ഞങ്ങൾ കട്ടപ്പനയിലേക്ക് യാത്ര തുടരുന്നു. അതുകൊണ്ടേ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ. സമയം ഏകദേശം ഉച്ചയായേ. അങ്ങനെ കട്ടപ്പനയിൽ എത്തിച്ചെന്നപ്പം വീണ്ടും ഒരു കാര്യം മനസ്സിലായി. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം പാതിരാത്രി കഴിയുമെന്ന്. അപ്പോൾ ലൈറ്റിൽ ചെന്ന് പിന്നൊക്കെ അടിച്ചു വന്നപ്പോൾ ഏകദേശം രാത്രിയായി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. ഓക്കെ, ബായ്.